ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുവാൻ, ഭീതിപ്പെടുത്തുവാൻ ശത്രു പല വിധത്തിൽ പ്രവർത്തിച്ചേക്കാം. പല തരത്തിൽ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ നമുക്കെതിരെ പോരാടി നിന്നേക്കാം. എന്നാൽ യോശുവയുടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: നീ വാഗ്ദത്തം പ്രാപിക്കുവാനായി, കനാൻ പിടിച്ചടക്കുവാനായി പോകുന്നു. പക്ഷെ നീ ഭയപ്പെടണ്ട. യോശുവയുടെ പുസ്തകം 1:9 നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ആമേൻ. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ഇതാണ്: ഭീതിപ്പെടുത്തുവാനും ഭയപ്പെടുത്തുവാനും പിശാച് പോരാടി നിൽക്കും. എവിടെയാണെന്നറിയാമോ? വാഗ്ദത്തങ്ങൾ വാതിൽക്കൽ നിൽക്കുമ്പോൾ, ദൈവപ്രവൃത്തി മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഭയപ്പെടുത്തുകയോ ഭീതിപ്പെടുത്തുകയോ അവിശ്വാസം സംസാരിക്കുവാനോ പാപപ്രവൃത്തികൾ ചെയ്യുവാനോ ഒക്കെ ആയിട്ട് പിശാച് ഒരുപാട് തന്ത്രങ്ങളുമായി നമ്മുടെ വാതിൽക്കൽ നിൽക്കും. ഇപ്പൊ കർത്താവ് പറയാണ്: നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ 112-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 7-ാം വാക്യം: ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അപ്പൊ ദൈവത്തിന്റെ യോശുവയുടെ ദൈവം പറഞ്ഞു: എന്റെ ന്യായപ്രമാണം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറരുത്, ഹൃദയത്തിനകത്തെ പ്രമാണം നീ സൂക്ഷിച്ചോണം. അടുത്ത വചനം പറയുകയാണ്: അങ്ങനെ നീ പ്രമാണവുമായി പോകുമ്പോൾ ദുർവർത്തമാനങ്ങൾ തളർത്തിക്കളയാൻ, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെ തളർത്താനായി പിശാച് ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ് ദുർവർത്തമാനങ്ങൾ, തെറ്റായ വ്യാഖ്യാനങ്ങൾ. അപ്പൊ ഇതെല്ലാം തളർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണം അകത്തുള്ളവനെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത്: ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. അപ്പം ഹൃദയം എവിടെ വെച്ചിരിക്കുന്നു? ദൈവത്തിൽ ഹൃദയം വെച്ചിരിക്കുന്നവന് പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യനെ ആശ്രയിച്ച് അവരെന്ത് ചിന്തിക്കും, അവരെന്ത് വിചാരിക്കും, അയ്യോ അവരെയൊക്കെ പ്രസാദിപ്പിച്ചില്ലല്ലോ, എങ്ങനെയാണ് അവരെന്ത് പറയുന്നു ചിന്തിക്കുന്നവർ ഭയപ്പെടുത്തി പിശാച് പേടിപ്പിച്ചിരിക്കും. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അവർ പ്രതിസന്ധി വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ പഴി പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിട്ടു സഞ്ചരിക്കുകയോ ചെയ്യും. പക്ഷേ ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. കർത്താവ് പറയുന്ന കാര്യമുണ്ട്. യേശു പറയാണ്: നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. മത്തായി സുവിശേഷം 10:28 ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുക. അപ്പൊ ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യനെ അല്ല. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേറെ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. ദൈവം അവരുടെ ശത്രുക്കളെ യഥാസമയം നേരിടുകയും തന്റെ മക്കളുടെ നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന്റെ ശത്രുക്കൾ നമുക്കെതിരെ പോരാടുമ്പോൾ ദൈവത്തിന്റെ ശത്രുക്കളോട് ദൈവം പോരാടിക്കോളും. ഹല്ലേലൂയ, ആമേൻ. എബ്രായ ലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. മനുഷ്യർ എന്ത് ചെയ്യും? സങ്കീർത്തനത്തിൽ പറയുന്നത്: അവർ നമ്മളെ വിഴുങ്ങാൻ ഭാവിച്ച സമയത്ത്, ശത്രു ഞങ്ങളെ വിഴുങ്ങിക്കളയാൻ ഭാവിച്ച സമയത്ത് അവരുടെ പല്ലുകൾക്ക് ഞങ്ങളെ ഇരയാക്കി കൊടുക്കാത്ത ദൈവം, ആമേൻ, വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. പിശാച് ആഗ്രഹിക്കും നമ്മളെ വിഴുങ്ങിക്കളയുവാൻ, കടിച്ചു കീറിക്കളയുവാൻ നോക്കുന്ന ചെന്നായെ പോലെയും വിഴുങ്ങാൻ ഭാവിക്കുന്ന സിംഹത്തെ പോലെയൊക്കെയാണ് പിശാച് നടക്കുന്നത്. എന്നാൽ അവരുടെ പല്ലുകൾക്ക് നമ്മളെ ദൈവം ഇരയാക്കി കൊടുക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ സുവിശേഷം അറിയിച്ചപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കാര്യം 18-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 9-10 വാക്യങ്ങളുണ്ട്. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്: നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു. കണ്ടോ? അപ്പം കുറെ ആളുകൾ തന്നെ ഉന്തിത്തള്ളി സിനഗോഗിൽ നിന്ന് പുറത്താക്കി
ഇനി അവിടെ ഉപദ്രവം മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് തള്ളപ്പെട്ടിരിക്കുമ്പോഴാണ് കർത്താവ് പൗലോസിനോട് കൊരിന്തിൽ വെച്ച് പറയാ, ഈ പട്ടണത്തിൽ വളരെ ജനമുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ കൊരിന്തിൽ 2 വർഷത്തോളം പൗലോസ് താമസിക്കുകയും അവിടെ വലിയ സഭ ഉണ്ടാകുകയും ചെയ്തു. കാണണം. അപ്പം ഭീതിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി തള്ളി പുറത്താക്കുമ്പോഴും കർത്താവ് വന്ന് സംസാരിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പൊ ഏതൊക്കെ മേഖലയിൽ നിന്ന് ഭീഷണി വന്നാലും ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിട്ടുള്ള വ്യക്തിക്ക് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആരും കയ്യേറ്റം ചെയ്യല ദോഷപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ, ആമേൻ. ഇനി ഒരു വാക്യം കൂടെ, സദൃശവാക്യം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുക, ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കുക, ദോഷത്തിന്റെ ഭയം വരികയില്ല. ആരാ ദോഷത്തെ ഭയപ്പെടുന്നത്? ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ നിൽക്കുമ്പോഴാണ്. മനുഷ്യന്റെ വാക്കുകളൊക്കെ ഇന്നല്ലേ നാളെ പരാജയമായി തീരും. മനുഷ്യന്റെ വാക്കുകളെ ആശ്രയിക്കേണ്ട, ദൈവത്തെ ആശ്രയിക്കുക, സ്വൈര്യമായി ജീവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ ഹല്ലേലൂയ, എത്ര ആശ്വാസമുള്ള വാക്കാണ്. നീ പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നും, നീ ഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്നെ ഞാൻ ശക്തീകരിക്കും. അപ്പൊ തളർന്നു പോകുമെന്നും വീണു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ താങ്ങും, എൻ്റെ കരം നീതിയുള്ള കരമാ, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതേ സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട, നമ്മളോട് കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. പൗലോസിനെ ധൈര്യപ്പെടുത്തിയ കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. വാഗ്ദത്തങ്ങളുടെ വാതുക്കൽ യോശുവ നിൽക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തി യുദ്ധം ചെയ്ത് പിടിച്ചടക്കുവാൻ കൃപ പകർന്ന ദൈവം നിങ്ങളുടെ കൂടെ ഇന്നിരിക്കും. ദൈവിക നന്മകളും വാഗ്ദത്തങ്ങളും നിങ്ങൾ പ്രാപിക്കും. ഉറച്ചു നിൽക്കുക. ശത്രുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ട, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക. കർത്താവ് കൂടെയുണ്ട്. പ്രിയ കർത്താവെ, ഈ വചനം ഞങ്ങൾ അതുപോലെ സ്വീകരിക്കുകയാണ്. കർത്താവെ, പലതരത്തിൽ ഞങ്ങളുടെ മനസ്സിനെ തളർത്തിക്കളയുവാൻ പിശാച് കർത്താവെ പോരാടി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കട്ടെ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന വാക്കിനായി സ്തോത്രം. ഞങ്ങളുടെ ശത്രുക്കളോട് അവിടുന്ന് യുദ്ധം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ ദുർവർത്തമാനങ്ങളെ ജയിക്കുവാനുള്ള കൃപ ഓരോരുത്തരുടെ മേലും പകരം യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, സ്വൈര്യമായി പാർക്കട്ടെ, ദൈവിക സ്വസ്ഥത ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെ ഉണ്ട്. ധൈര്യമായി മുമ്പോട്ട് പോകുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.